ഹലോ ഓൾ, വെൽക്കം ടു ഓക്കിനോട്സ്. ഈ ഒരു വീഡിയോയിൽ പ്ലാറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന ബുക്കിൻ്റെ ഒരു ബ്രീഫ് വേർഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പിൽ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ബ്രീഫായിട്ട് പെട്ടെന്ന് കാര്യങ്ങളുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് വേർഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പ്ലാറ്റോനെ കുറിച്ചിട്ട് നോക്കാം. പ്ലാറ്റോ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റ് കാലഘട്ടം, 427 മുതൽ 347 ഏകദേശം ആ ഒരു ടൈമായിട്ടാണ് ജീവിച്ചിരുന്നത്. ഗ്രീസിലെ ഏതൻസിലാണ്. ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് അദ്ദേഹം. അതേപോലെ തന്നെ സോക്രേറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറാണ്. ഇതിന് രണ്ടിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ആളാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. പ്ലാറ്റോ കണ്ടുപിടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ദ അക്കാഡമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സിൻ്റെ രൂപത്തിലായിരുന്നു. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസിനെ കുറിച്ച്, നീതിനെ കുറിച്ചിട്ട്, ട്രൂത്ത്, സത്യം, ബ്യൂട്ടി, ഭംഗിനെ കുറിച്ചിട്ട്, സോളിനെ കുറിച്ചിട്ട്, പൊളിറ്റിക്സിനെ കുറിച്ചിട്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ വരുന്നത്. അതേപോലെ തന്നെ മൂപ്പര് ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചൊരു ഡെമോക്രസിയൊക്കെ മോശമായിട്ടുള്ള കുറച്ച് ആ ഒരു സിറ്റിയിൽ ഇൻജസ്റ്റിസ് നടക്കുന്ന ഒരു ടൈമായിരുന്നു. ഗ്രീസിലെ ഏതൻസിന് ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ടുള്ള കാര്യം മനസ്സിലായി. അപ്പം അദ്ദേഹം ദ റിപ്പബ്ലിക് എന്ന ആ ഒരു ബുക്ക് എഴുതാനിടയായി. ആ ഒരു ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും അല്ലെങ്കിൽ സെക്കൻഡ് ബുക്കും തേർഡ് ബുക്കുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐഡിയൽ സ്റ്റേറ്റ്. ഐഡിയൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഐഡിയൽ എന്ന് പറയുന്ന മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാരുണ്ടാവും. ഇപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശരീരമല്ല, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ആൾക്കാർ, അതിനെ നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണം, അവിടെ നന്നായിട്ട് നല്ല ഭക്ഷണം ഉണ്ടായിരിക്കണം, നല്ല ഹെൽത്ത് ഉണ്ടാവണം, അതേപോലെ തന്നെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബ്രദർഹുഡ് ഉണ്ടാവണം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ദ റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് എഴുതാനിടയായത്. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയലോഗിൻ്റെ രൂപത്തിലാണ് ഇത് എഴുതിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രൂപത്തിൽ. ഇനി നമുക്ക് പ്ലാറ്റോയുടെ ദ റിപ്പബ്ലിക്കിലെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിലെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫിലോസഫിക്കൽ ഡയലോഗ് ബൈ പ്ലാറ്റോ. ഇതിൽ പ്ലാറ്റോ ആണ് ഇത് എഴുതിയത്. പക്ഷേ ഇതിലെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്രേറ്റ് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത്. സോക്രേറ്റ് ആണ് പ്ലാറ്റോയുടെ കാഴ്ചപ്പാടുകൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കഥയിൽ സോക്രേറ്റ് ആണ് മെയിൻ നായകൻ എന്ന് പറയുന്നത്. അപ്പോൾ സോക്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റോയുടെ വ്യൂ പോയിന്റ്, ശരിക്കും ഇതിൻ്റെ ഏറ്റവും പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് പ്ലാറ്റോ ആണ്. അപ്പോൾ പ്ലാറ്റോയുടെ വ്യൂ പോയിന്റ് സോക്രേറ്റ്സിൽ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ സോക്രേറ്റ്സിലൂടെ പറയുന്നതാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡയലോഗ്. ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഡയലോഗ് ഇതിനകത്ത് ഒരു ഡയലോഗ് രൂപത്തിലാണ്, അല്ലെങ്കിൽ ഡിസ്കഷൻ ഡിബേറ്റ് ഒക്കെ രൂപത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത് സോക്രേറ്റ്സ് ആണ്. ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ജസ്റ്റിസ്, മെയിൻ ആയിട്ടുള്ള ഒരു വേർഡ് നോക്കേണ്ടത് ജസ്റ്റിസ് ആണ്. അതേപോലെ തന്നെ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അതായത് എങ്ങനെയാണ് ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയാണ് കുറച്ച് ഗാർഡിയൻസിന് ഏറ്റവും നന്നായിട്ടുള്ള ഗാർഡിയൻസ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എഡ്യൂക്കേഷൻ, നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സെറ്റിംഗ് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബുക്കിൻ്റെ അകത്തുള്ള കഥേൻ്റെ ആ ഒരു സെറ്റിംഗ് ഇല്ലേ, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ കഥയിലെ ഞാൻ പറഞ്ഞു, ഈ ഒരു കഥയായിട്ട് ആലോചിച്ചാൽ മതി. ഇതിൽ കഥയിലെ ഞാൻ പറഞ്ഞു സോക്രേറ്റ്സ് ആണ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ സോക്രേറ്റ്സ് ഒരു സ്ഥലത്ത് പോവാണ്, ഒരു പൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ പോകുന്നത്. അത് ഏതൻസിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ് പൈറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഏതൻസ് ഞാൻ പറഞ്ഞു ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് ഏതൻസ്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് പോവാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോക്രേറ്റ് വന്നത്. സോക്രേറ്റ് അവിടെ വന്നപ്പോൾ സോക്രേറ്റിൻ്റെ ഫ്രണ്ട്സും ഫെലോ തിങ്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സോക്രേറ്റിൻ്റെ ഒരു സ്ഥലത്ത് വിളിക്കുകയാണ്. ആരെ വീട്ടിലേക്കാണ്? സെഫലസിൻ്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. സെഫലസ് ഇതിനകത്തുള്ള ഒരു ക്യാരക്ടർ കേട്ടോ. സെഫലസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്, കുറച്ച് പൈസക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്മാനാണ് സെഫലസിൻ്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. സെഫലസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് അവിടെ നിന്നാണ് ഈ ഡിസ്കഷനും ഡിബേറ്റൊക്കെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഐഡിയൽ സ്റ്റേറ്റിനെ പറ്റി സംസാരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡീപ്പായിട്ടുള്ള ഡിസ്കഷനൊക്കെ നടക്കില്ലേ, അതേപോലെ തന്നെ സോക്രേറ്റ് ഈ സെഫലസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ നടത്താണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സോക്രേറ്റ്സ് ആണ് മെയിൻ സ്പീക്കർ. സെക്കൻഡ് സോക്രേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാറ്റോയുടെ ഫിലോസഫിക്കൽ വോയിസാണ്, പ്ലാറ്റോയുടെ കാഴ്ചപ്പാടാണ് അല്ലെ, പ്ലാറ്റോയുടെ വ്യൂ പോയിന്റ് ആണ് സോക്രേറ്റ്സിലൂടെ കാണിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് സെഫലസ് ആണ്. സെഫലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെഫലസിൻ്റെ വീട്ടിലാണ് നടക്കുന്നത്, സെഫലസ് ആണ് ഈ ഒരു ഡിസ്കഷൻ ഹോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പോളിമാർക്കസ് എന്ന് പറഞ്ഞാൽ ആരാ, സെഫലസിൻ്റെ മോനാണ്. സെഫലസിൻ്റെ മോന് കുറച്ച് ഈഗർ ആയിട്ടുള്ള ആളാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഇതാക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അതേപോലെ തന്നെ ഒപ്പീനിയേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് ഒപ്പീനിയൻസ് ഉള്ള, ബാക്കിയുള്ള ഒരു ഒപ്പീനിയൻസ് അത്ര ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാണ്. പിന്നെ ത്രൈസിമാക്കസ് എന്ന് പറഞ്ഞ ആൾ, അയാളൊരു സോഫിസ്റ്റാണ്, ഒരു ടീച്ചറാണ്, അതായത് ഫിലോസഫർ, റെറ്റോറിക്, അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് വിഷയങ്ങളൊക്കെ കുറച്ച് ടീച്ചറാണ്. മൂപ്പർക്ക് കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്, ത്രൈസിമാക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ലാസ്റ്റ് വരുന്നത് ഗ്ലോക്കനും അഡിമാൻഡസും. ഇവർ രണ്ടാൾക്കാരും ഹാഫ് ബ്രദേഴ്സ് ആണ്, പ്ലാറ്റോയുടെ ഹാഫ് ബ്രദേഴ്സ് ആണ്. ഇവർ കുറച്ചും കൂടി ക്യൂരിയസ് ആയിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ തിങ്കേഴ്സാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബുക്ക് 2ലേക്ക് നോക്കാം, അതേപോലെ തന്നെ ബുക്ക് 3ലേക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് ബുക്ക് ഫസ്റ്റിൽ എന്താണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ 10 ബുക്കാണ്. ഈ ഒരു ബുക്ക്, അതായത് ദ റിപ്പബ്ലിക് എന്ന ബുക്ക് 10 ഡിവൈഡ് ചെയ്തത്, 10 ബുക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ബുക്കിൽ ഓരോ ബുക്കിലും ഓരോ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബുക്കിൽ ജസ്റ്റിസ് എന്താണെന്നുള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അതായത് സോക്രേറ്റ്സിൻ്റെ കാഴ്ചപ്പാട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. ബാക്കിയുള്ള ഓരോ കാഴ്ചപ്പാടൊക്കെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഓരോരുത്തർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് ഫ്രണ്ട്സും അതേപോലെ തന്നെ ഹാമിങ് എനിമീസ്, അതായത് നമ്മളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക, അതായത് എനിമീസിനെ ഹാം ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ജസ്റ്റിസിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നുള്ളത്. ഇനി അപ്പോൾ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ബുക്ക് നോക്കാം. സെക്കൻഡ് ബുക്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ച് ടു സെക്കൻഡ് ബുക്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ആൻഡ് ദ എഡ്യൂക്കേഷൻ. ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ച് ടു സോക്രേറ്റ്സ്. ഒന്നാമത് ചാലഞ്ച് ടു സോക്രേറ്റ്സിനെ ചാലഞ്ച് ചെയ്യാണ് ആരൊക്കെ, ഗ്ലോക്കനും അഡിമാൻഡസും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാറ്റോയുടെ ഹാഫ് ബ്രദേഴ്സ് ഗ്ലോക്കൻ അഡിമാൻഡസ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്രേറ്റ്സിനെ ഇങ്ങനെ പുഷ് ചെയ്യാണ്. എന്തിനാ പുഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് അതിൻ്റേതായിട്ടുള്ള ഗുഡ്നെസ് ഉണ്ടെന്ന് കാണിക്കാൻ, ജസ്റ്റിസിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ കാരണം അത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നീതി ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചാരിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം കിട്ടും, അതിൽ സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഓരത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഗ്ലോക്കനും അഡിമാൻഡസും ചാലഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്രേറ്റ്സിനെ പുഷ് ചെയ്യാണ്. അതായത് ജസ്റ്റിസ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഗുഡ്നെസ് ഉണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗ്ലോക്കന് 3 തരത്തിൽ ഗുഡ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബിയൊക്കെ ചെയ്യുമ്പോൾ അതിന് പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ നല്ല റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പൈസ ഒന്നും കിട്ടലുണ്ടാവില്ല, പക്ഷേ അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. രണ്ടാമത്തെ ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല ഹാപ്പിനെസ് ഒക്കെ തോന്നും, അതേപോലെ തന്നെ അതിന് നല്ലൊരു റിസൾട്ടും കിട്ടും. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല ചെയ്യുമ്പോൾ കിട്ടും, പക്ഷേ അത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് നമുക്ക് ഒരു റിസൾട്ടായിട്ട് ഒരു പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ ഗുഡായിട്ട് മാറും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ പക്ഷേ വലിയ നമുക്ക് സുഖം ഉണ്ടാവില്ല, പക്ഷേ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ചില വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്, ചില വർക്കൗട്ടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, നമുക്ക് ചെയ്യുന്ന വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പോൾ അതിന് റിസൾട്ടിൻ്റെ അത് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെയാണ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ആൾക്കാർ ചെയ്യുന്നതെന്നാണെന്ന് ഗ്ലോക്കനും അഡിമാൻഡസും പറയുന്നത്. അപ്പോൾ ഇതിന് എതിർക്കുന്ന ആരുണ്ട്? സോക്രേറ്റ് എതിർക്കുന്നുണ്ട്. സോക്രേറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പാണ് ഗുഡ്നെസ് വരുന്നത്. അതായത് നമുക്ക് ചെയ്യുമ്പോൾ അത് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന പോലെ ഈ ജസ്റ്റിസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടും, അതേപോലെ തന്നെ അതിന് റിസൾട്ടും കിട്ടും എന്നാണ് സോക്രേറ്റ് പറയുന്നത്. പക്ഷേ ഇതിനെതിരായിട്ടാണ് ഗ്ലോക്കനും അഡിമാൻഡസും പറയുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കഥ പറയുന്നുണ്ട്, ഗ്ലോക്കൻ പറയുന്നുണ്ട്, മിത്ത് ഓഫ് ജൈജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെപ്പേർഡിൻ്റെ കഥ. അതായത് ഒരു ഷെപ്പേർഡിന് ജൈജീസ് എന്ന് പറയുന്ന ഒരു ഷെപ്പേർഡിന് ഒരു റിങ് കിട്ടും. ആ റിങ് കിട്ടുമ്പോൾ അതിന് ഇൻവിസിബിൾ ആണുള്ള ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് അതിന് മനസ്സിലാവും. ആ ഒരു റിങ് അണിയുമ്പോൾ
ഇൻവിസിബിൾ ആവാൻ സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഒരു സൂപ്പർ പവർ കൊണ്ട് ലിഡിയയുടെ കിങ്ങിൻ്റെ അടുത്ത് പോവും. കിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ക്വീനെ സെഡ്യൂസ് ചെയ്തിട്ട് കിങ്ങിനെ കൊല്ലും. അങ്ങനെ ഈ ഒരു ഷെപ്പേർഡ് അവിടുത്തെ കിങ് ആവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയാം ആ ഒരു റിങ് ഉള്ളതുകൊണ്ടോ ഇവനെ കോൺസിക്വൻസ് ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള. അപ്പോൾ അവന് തെറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ആ ഷെപ്പേർഡിനെ തോന്നും. അതേപോലെയാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ കോൺസിക്വൻസ് ഇല്ലെങ്കിൽ ആൾക്കാർ ജസ്റ്റിസ് ചെയ്യില്ല എന്നാണ് ഗ്ലോക്കനും അഡിമാനസും പറയുന്നത്. പക്ഷേ സോക്രേറ്റ്സ് പറയുന്നത് ജസ്റ്റിസ് അവരെ തന്നെ താല്പര്യത്തോടെ ചെയ്യുന്നതെന്നാണെന്ന് സോക്രേറ്റ്സ് പറയുന്നത്. ഇനി അഡിമാൻഡസ് ഗ്ലോക്കൻ്റെ കുറച്ച് കഥയൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അഡിമാൻഡസ് പറയുന്നുണ്ട്. അഡിമാൻഡസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഇതിനൊരു റിസൾട്ട് ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവില്ല. ജസ്റ്റിസ് അത് ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയ സന്തോഷമൊന്നും കിട്ടില്ല എന്നാണ് അഡിമാൻഡസ് പറയുന്നത്. അതേപോലെ തന്നെ അഡിമാൻഡസ് പറയുന്നത് ഗോഡിനൊക്കെ കുറച്ചൊരു മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നതൊക്കെ ആൾക്കാരെ കറപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കള്ളം പറയുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഗോഡൊക്കെ ഉണ്ടാവില്ല. ഈ ദൈവങ്ങളൊക്കെ എന്ന് വെച്ചാൽ മോശമായിട്ട് ഇങ്ങനെ ഇൻജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗോഡിനൊക്കെ കാണിക്കുന്ന ആൾക്കാരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മോറൽ ഡിഫെൻസ് ഒക്കെ ഈ ഒരു അഡിമാൻഡസ് ഗ്ലോക്കനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ട് സോക്രേറ്റ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് സിറ്റിയിലേക്ക് നോക്കാം. അതായത് ഒരു നാട് മൊത്തമായിട്ട് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ ഓരോരുത്തരായിട്ട് നോക്കാം. അതായത് ഒരു നാട് മൊത്തം നമുക്ക് നന്നാക്കാം, അതിന് ശേഷം ഒരു ഇൻഡിവിജ്വലിലേക്ക് നോക്കാം എന്നുള്ള കൺസെപ്റ്റിൽ സോക്രേറ്റ്സ് ഇതിനൊരു റെസ്പോൺസ് ആയിട്ട് പറയുന്നത്. ഇവരെ ഗ്ലോക്കനും അഡിമാൻഡസും പറഞ്ഞില്ലേ, അതിനൊരു റെസ്പോൺസ് ആയിട്ട് സോക്രേറ്റ്സ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട് മൊത്തം നന്നാക്കുക എങ്ങനെയാണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ സോക്രേറ്റ്സ് അതിന് കുറേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സോക്രേറ്റ്സിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിന് ആദ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നമ്മളെ ഒരു നാടാണ്, അവിടെ ഇപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ അവിടെ ആ നാടിന് വിജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ നാടിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മനുഷ്യന് വേറെ ആൾക്കാർ വേണം, സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ വേണം. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യും. അവിടെ വേറെ എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വേറെ എന്ത് വേണം? ഡിവൈഡിങ് ഓഫ് ലേബർ ആണ്, അതായത് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഓരോരുത്തർ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവർക്ക് ലേബർ കൊടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർ ഫാമേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് വീവേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഫിഷർമാൻ ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു നാട് കുറച്ചും കൂടി വളരും. നാടിനെ നന്നാക്കുന്ന രീതിക്കാണ് സോക്രേറ്റ്സ് പറയുന്നത്, സോക്രേറ്റിക്കിൻ്റെ കൺസെപ്റ്റിൽ. അപ്പോൾ നാടിനെ നന്നാക്കുമ്പോൾ ഈ നാട് വളരുമ്പോൾ എന്തുണ്ടാവും? സാധാരണ പുറത്തുനിന്നുള്ള ആൾ നാടിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇപ്പോൾ നമ്മളെ ഒരു വീട്ടിലൊരു കാറും ബൈക്കൊക്കെ വന്നൊക്കെ കഴിഞ്ഞാൽ നമ്മളെ പുറത്തുള്ള കള്ളന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്യൂരിറ്റി ക്യാമറ വെക്കും. അതേപോലെ തന്നെ ഈ സോക്രേറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗാർഡിയൻ ക്ലാസ് ഫോം ചെയ്യണം, അതായത് ഒരു സോൾജേഴ്സിനെ ഫോം ചെയ്യണം. സോൾജേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾജേഴ്സ് ബ്രേവ് ആയിരിക്കണം, ജെന്റിലായിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതായത് വാച്ച് ഡോഗ്സ് പോലെ, വീട്ടിലെ പട്ടികളൊക്കെ പോലെ പുറത്തുള്ള ആൾക്കാരോട് ഭയങ്കര ബ്രൂട്ടിഷായിട്ട് കുറച്ച് ഹാഷായിട്ട് പെരുമാറണം. അതേപോലെ തന്നെ ഉള്ളിലുള്ള ആൾക്കാരോട്, അവിടുത്തെ സിറ്റിയിലുള്ള ഉള്ളിലുള്ള ആൾക്കാരോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ള അവിടുത്തെ സോൾജേഴ്സ് അങ്ങനെ ആയിരിക്കണം, അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, ആ ഒരു നാടിന് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് സോക്രേറ്റ്സ് പറയുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിക്കും. എങ്ങനെയൊക്കെയാണ് ഗാർഡിയൻസ്, അതേപോലെ തന്നെ എല്ലാവരും ഗാർഡിയൻസ് ആവണമെന്നാണ് സോക്രേറ്റ്സിൻ്റെ കൺസെപ്റ്റിൽ. ഒരു നാട്ടിൽ വിജയിക്കണമെങ്കിൽ എല്ലാവരും ഗാർഡിയൻസ് ആവണം, എല്ലാവരും അതിനെ ഡിഫെൻഡ് ചെയ്യണം. അതായത് നമ്മളെല്ലാവരും നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാർഡിയൻ അല്ലെങ്കിൽ ഗാർഡായിട്ട് നിൽക്കണം, ഒരു സെക്യൂരിറ്റി പോലെ നിൽക്കണം. അവിടെ ഗാർഡിയൻസിന് എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ മ്യൂസിക് ആൻഡ് പോയട്രി പറയുന്നുണ്ട്. മ്യൂസിക് ആൻഡ് പോയട്രി നോക്കുകയാണെങ്കിൽ മ്യൂസിക്കും പോയട്രിയും പഠിപ്പിക്കണം, അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് പഠിപ്പിക്കണം. ഇത് രണ്ടും പഠിപ്പിക്കുമ്പോഴാണ് നമ്മളെ ഒരു ഇതുണ്ടാവുക, ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ. അതായത് മ്യൂസിക് കുറേ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര വീക്കായി പോകും, ഇമോഷനൊക്കെ കൂടുതലായി പോയിട്ട് ഭയങ്കര വീക്കായിപ്പോയി. ഇപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് കൂടുതലാകുമ്പോൾ ഭയങ്കര ഹാഷാവും, ഒരു മനുഷ്യത്തില്ലാത്ത ടൈപ്പ് ഓഫ് ആളാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിക്ക് കൊടുക്കണം, അങ്ങനത്തെ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് സെക്കൻഡ് ബുക്കിൽ പറയുന്നത്, മെയിനായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി തേർഡ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ ആണ് ഇതിൻ്റെ ഹെഡിങ് വരുന്നത്. ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ്റെ ഹെഡിങ് വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കൺസെപ്റ്റ്, മേലത്തെ പറഞ്ഞ ബാക്കി കൺസെപ്റ്റ്, അതായത് എങ്ങനെയൊക്കെയാണ് ഒരു ഗാർഡിയൻസിനെ പഠിപ്പിക്കേണ്ടതെന്നുള്ള ബാക്കി കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്.
പറയുന്നത്. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർഷിപ്പ് ഓഫ് ലിറ്ററേച്ചറിലെ സെൻസർഷിപ്പ്. അതായത് ഈ സാഹിത്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുറേ നല്ല നല്ല കഥകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഈ കവേർഡ്ലി ആയിട്ടുള്ള, അതായത് ഭീരുത്വമൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇമ്മോറൽ ക്യാരക്ടേഴ്സ്, ഇത് മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റി ട്രാജിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ മാറ്റി ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ല നല്ല സ്റ്റോറീസ്, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ലിറ്ററേച്ചറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കേണ്ടതെന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അതായത് ഗാർഡിയൻസ് അവരെ ഗുഡ് ഇമിറ്റേറ്റ് ഓൺലി ഗുഡ് റോൾ മോഡൽസ്. അതായത് അവിടുത്തെ ഗാർഡിയൻസ്, ആ ഒരു സിറ്റിയിലുള്ളിലെ ഗാർഡിയൻസ്, അതിൻ്റെ ഉള്ളിൽ നല്ല ആൾക്കാരൊക്കെ, മനുഷ്യന്മാരൊക്കെ നല്ല റോൾ മോഡൽസ്, അതായത് നമ്മളെപ്പോഴും നല്ല രീതിയിലുള്ള റോൾ മോഡൽസ്, നല്ല മോശമായിട്ടുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാണ്ട് നല്ല ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് സോക്രട്ടീസ് പറയുന്നത്. അതേപോലെ തന്നെ മ്യൂസിക്കിൻ്റെ സെൻസർഷിപ്പ് പറയുന്നുണ്ട്. ഈ സോക്രട്ടീസ് എല്ലാ കാര്യത്തിലും ഒരു സെൻസർഷിപ്പ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ വരുത്തുന്നുണ്ട്. അതായത് നല്ല കാര്യങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ള രീതിക്ക്. സോക്രട്ടീസ് മ്യൂസിക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിയൻ ആൻഡ് ഫ്രിജിയൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിപ്ലിൻ്റെ മ്യൂസിക്. അപ്പോൾ അത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മ്യൂസിക് മാത്രമേ അലോ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള മ്യൂസിക്, ലിഡിയൻ ആൻഡ് അയൻ എന്ന് പറയുന്ന മ്യൂസിക്കൊക്കെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ നിർത്തലാക്കണം എന്നുള്ള രീതിക്ക് അവർക്ക് അങ്ങനത്തെ രീതിക്ക് കേൾപ്പിച്ചു കൊടുക്കാണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ട് മ്യൂസിക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അതായത് ഇമോഷണൽ മ്യൂസിക് കേൾക്കുമ്പോൾ ആൾക്കാർ വീക്കായി പോകുന്നുള്ള കൺസെപ്റ്റിലാണ് സോക്രട്ടീസ് പറയുന്നത്. മ്യൂസിക്സ് മസ്റ്റ് ബിൽഡ് ക്യാരക്ടർ. അതായത് മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണം, നോട്ട് സോഫ്റ്റ്നെസ്. അതായത് സോഫ്റ്റ്നെസ് ആയിട്ട് അവരെ വീക്കാക്കാൻ പാടില്ല. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ രണ്ടും സോളും ബോഡിക്കും ഒരു ബാലൻസ് വേണം. മ്യൂസിക്കും ജിംനാസ്റ്റിക്സും കൊടുത്തിട്ട്, അതായത് ജിംനാസ്റ്റിക് മാത്രം കൊടുക്കരുത്, മ്യൂസിക് മാത്രം കൊടുക്കരുത്. രണ്ടിൻ്റെയും ബാലൻസ് ആയിട്ട് സോളിനും ബോഡിക്കും, നമ്മുടെ ഉള്ളിലുള്ള സോളിനും അതേപോലെ തന്നെ പുറത്തുള്ള ബോഡിക്കും രണ്ടിനും ബാലൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ അൺഫിറ്റ് പീപ്പിളിനെയൊക്കെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കൺസെപ്റ്റാണ്. അതൊരു ഹിറ്റ്ലറിൻ്റെ കൺസെപ്റ്റ് പോലത്തെയാണ്. അതായത് ഒരു ജനിച്ച മുതലേ ജന്മന ഒരു അസുഖം ബാധിച്ച അല്ലെങ്കിൽ ജന്മന അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് സോക്രട്ടീസ് എത്തുന്നത്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾ മാത്രം മതി എന്നുള്ള രീതിക്ക്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാർവിൻ്റെ ഒരു കൺസെപ്റ്റ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഇവിടെ സോക്രട്ടീസ് വരുന്നത്. അടുത്തത് നോബിൾ ലൈനെ കുറിച്ചിട്ട് പറയുന്നത്. നോബിൾ ലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ കള്ളം പറയുന്നതിന് കുഴപ്പമില്ല, അതുപോലെയാണ് നോബിൾ ലൈൻ എന്ന് പറയുന്നത്. നോബിൾ ലൈൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചത് ഓരോ മെറ്റൽസിലൂടെയാണ്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് മെറ്റൽ. ചില ആൾക്കാർ ഗോൾഡ് ആയിരിക്കും, ചില ആൾക്കാർ സിൽവർ ആയിരിക്കും, ചില ആൾക്കാർ ബ്രോൺസ് ആയിരിക്കും. ഗോൾഡിൽ സിൽവർ ജനിച്ചവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റൂളേഴ്സ് ആയിരിക്കും, ഇവർ ഭരിക്കുന്നവരായിരിക്കും. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട് മൊത്തം ഭരിക്കുന്നവരായിരിക്കും ഗോൾഡ് സിൽവേഴ്സ്. ഇതിപ്പോൾ സിൽവർ മെറ്റൽ ജനിച്ചവരാണെങ്കിൽ ഒരു സോൾജേഴ്സ് ആയിരിക്കും, ഒരു നാടിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് സംരക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, മിലിറ്ററീസ് പട്ടാൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ബ്രോൺസ് അല്ലെങ്കിൽ അയൺ മെറ്റലായിട്ട് ജനിക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഇപ്പോൾ അവിടെ ഫാമേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഇങ്ങനെ ഓരോ മെറ്റൽ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരിങ്ങനെ ജനിക്കാന്നുള്ള ആ ഒരു നോബിൾ ലൈനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ള കാര്യമാണ് സോക്രട്ടീസ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, യൂണിറ്റിയും ലോയൽറ്റിയും, ആൾക്കാരുടെ ഉള്ളിലൊരു ലോയൽറ്റി യൂണിറ്റി ഒക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഒരു പാട്രിയോട്ടിസം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു നാടിനോടുള്ള സ്നേഹം, ആ നാടിനാണ് ആ ഒരു എല്ലാ ആൾക്കാരും പൊട്ടിമുളച്ചു നിന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ ഒരു നോബിൾ ലൈ ഉണ്ടാക്കിയെടുക്കാൻ. ഈ നോബിൾ ലൈൻ്റെ ഈ ഒരു മെറ്റൽസിൻ്റെ ഇത് മിത്ത് ഓഫ് മെറ്റൽസ് എന്ന് ഉള്ള ഒരു ഹെഡിങ് കൂടെയുണ്ട്. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, എക്സാം ചോദിക്കുകയാണെങ്കിൽ മിത്ത് ഓഫ് മെറ്റൽസിന് കൂടെ നമുക്ക് ഇത് പറഞ്ഞാൽ മതി, ഈ ഒരു കാര്യം നമുക്ക് എഴുതിയാൽ മതി. അതേപോലെ തന്നെ റൂളേഴ്സിന് ചൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള സോക്രട്ടീസ് പറയുന്നത്. റൂളേഴ്സിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൂളേഴ്സ് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ, എഡ്യൂക്കേഷൻ നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ സത്യത്തോടും ജസ്റ്റിസിനോടും ഒരു പ്രിയം കാണിക്കുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ സത്യത്തിനോടും ആ ഒരു നീതിനോടും എപ്പോഴും അത് നീതി പുലർത്തുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും നല്ല റൂളേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോയൽറ്റി ടു സിറ്റി, അതായത് സ്വന്തം താല്പര്യത്തെക്കാൾ ഏറെ സിറ്റിനോടുള്ള ലോയൽറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനോടുള്ള ലോയൽറ്റി കൂടുതൽ കാണിക്കണം എന്നുള്ള രീതിക്കാണ് പറയേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഐഡിയൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നാടിലുള്ള ഒരു ഐഡിയൽ സ്റ്റേറ്റ്, ഒരു നാടിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നുള്ള കാര്യം, ഒരു നാട് മൊത്തം നന്നാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോക്രട്ടീസ് പറയുന്നത്. അതായത് ഓരോ കാര്യങ്ങളും സെൻസർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സോക്രട്ടീസ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബുക്ക് 2 ബുക്ക് 3 പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ബുക്ക് 2 ബുക്ക് 3 മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇതിൽ മെയിനായിട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആർട്ട്, മ്യൂസിക്, ഇങ്ങനത്തെ കഥകളൊക്കെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ സെൻസർഷിപ്പ് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ കുറച്ച് കഥകളൊക്കെ മിത്ത് ഓഫ് ജൈജീസിൻ്റെ കഥകൾ, അതേപോലെ തന്നെ മിത്ത് ഓഫ് മെറ്റലിൻ്റെ ആ ഒരു നോബിൾ ലൈ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അതേപോലെ തന്നെ പ്ലാറ്റോൻ്റെ മെയിനായിട്ടുള്ള കൺസെപ്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുള്ളൂ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ.